ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. സുധിക്ക് വയസ്സ് 16ആയി, അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8. നാണിക്കുട്ടി സമ്മന്തക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7. സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ, കളയില്ലേ. മമ്മൂട്ടി സമ്മന്തക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കൂട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം കൂട്ടാ. പഞ്ചസാര നിരോധനം. എന്താ ബിനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാൻ ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. മീനാക്ഷി സമ്മന്തക്കാരൻ ചത്തു. സമ്മന്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. ബിനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും ബിനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്തമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞോ, എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. പണ്ട് മുതലേ ഉള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. നേരെ കുറെ ആയി. ആ പിളക്കൊന്ന് കിടത്തണായിരുന്നു. എന്താ അതിലും വലിയമാമയുടെ സമ്മതം വേണോ? യോ, എന്തായി കാട്ടണേ? ഈ തറവാട്ടിൽ സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധ കേട്ടോ. അപ്പൊ ഇവിടെ ആരും ചേർത്ത് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ, ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരെയും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമ്മയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ, ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ. ഓരോരോ നിയമങ്ങളെ. വേണമെങ്കിൽ ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. പിന്നെ ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ? മദ്യം? അയ്യോ, ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു. ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമ്മാമക്കില്ലല്ലോ. ഇന്ന് 5 വാഗൻ ലോഡ് ചെയ്യണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എടാ ശ്രീധര, അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട. ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ. നീ വെറും സമ്മന്തക്കാരൻ. അത് കുടുംബത്ത്. മില്ലിൽ വന്നാ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും. വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ. മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ്, I want to see that 5 wagons should be loaded today. Understand? ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. അപ്പാ, ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ, തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ചു പറയണ്ട ചെറിയമ്മ. ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്ത ചെല്ലമേ? ഉവ്. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ?
താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ, അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാൻ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി കൊണ്ടുപോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പോയിക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാ വിട്ട് ചോദിച്ചു തിരികെ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് വലിച്ചിരുന്നവനാ. ഗതികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ഉച്ചയൂണിനുള്ള ബെല്ല. ഊണ് കഴിക്കാനും ബെല്ലോ? അതെ, രാമനാഥൻ അത്ഭുതം തോന്നണുണ്ടാവും. വലിയൊരു കൂട്ടുകുടുംബം അല്ലേ? എന്റെ വലിയ മാമ ഏർപ്പെടുത്തിയ ചില ചിട്ടകളാ. ഞാനും അത് അനുവർത്തിച്ചു പോരണു. ഇനിയൊക്കെ ഊണ് കഴിഞ്ഞിട്ടാകാം വരിക. ഇതാ ഇവിടത്തെ ഊണിന്റെ പ്രത്യേകത. അനന്തരവന്മാരും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സദ്യ. അതിന്റെ സുഖം ഒന്ന് വേറെയാണോ? ഇരിക്കുക, താനിരിക്കുക. ശത്രുഘ്നൻ പിള്ള ഇനിയും ഇരുന്നില്ലേ? വരൂ, ഇരിക്കൂ. വേണ്ട, ആരും എന്നെ ഇരുത്തണ്ട. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനമാകാതെ ഞാൻ ഊണ് കഴിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. എടോ ശത്രുസംഹാര പിള്ളേ. ശത്രുസംഹാരമുള്ള തന്റെ എടോ നമ്പൂരി, ഞാൻ വല്ല വിളിച്ചു പറയും. എന്നാ പെട്ടെന്ന് പറ, വിശന്ന് കുടല് കഴിയുന്നു. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നൗ വി ക്യാൻ ഹാവ് ഫുഡ്. വേണ്ട, വല്യമാമ ഉണ്ടല്ലോ. ഇന്നിവിടെ ആരും ഊണ് കഴിക്കണ്ട. ഗോപു, വിളമ്പി കഴിഞ്ഞ ഉണ്ണാത്ത ചരിത്രം പയ്യാരത്ത് ഉണ്ടായിട്ടില്ല. ഓ ഇല്ല, വല്യേട്ടൻ ഊണ് ഞാൻ അപ്പുറത്ത് കൊടുത്തോളാം. എല്ലാവരും ഊണ് കഴിക്കാ. അമ്മായി പറഞ്ഞതല്ലേ, ശത്രു ചേട്ടൻ ശത്രു പറഞ്ഞിട്ട് വന്നുണ്ടാട്ടെ. വേണ്ട, എനിക്ക് ഈ പിച്ചച്ചോറ് വേണ്ട. ശത്രുട്ടാ, ദേ ഇന്ന് തറവാട്ടിൽ ഒരിക്കലൂണാ. രാത്രി പച്ച വെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഓ, മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഊണെന്ത് പഴച്ചു. ഉണ്ണാം. വരട്ടെ. ശംഖുമാനെ തല്ലിയത് മാപ്പില്ലാത്ത കുറ്റം ചെയ്ത തറവാട്ടിൽ ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ മീനാക്ഷി? എന്നാ കേട്ടോളൂ, 101 പ്രാവശ്യം ഏത്തവിടുക. തറവാട്ട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ കഴിഞ്ഞാ മതി. ഇട്ടോ. 1 കുനിയട്ടെ. 2 3 4